ഹലോ എല്ലാവർക്കും എലിസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തൊട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് വേണമെങ്കിൽ ബ്രൈഡൽ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഒരു 2-3 മാസത്തിനുള്ളിൽ എന്തായാലും 2-3 മാസമൊന്നും പോവില്ല, എന്തായാലും മാരേജ് ആവാനായിട്ടുണ്ട്. സോ ഒരു ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രെപ്പ് ചെയ്യാണ്. അപ്പം സ്കിന്നൊന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ ടാനൊക്കെ മാറ്റി നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ റൂട്ടീനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ അല്ല, ഇനി തൊട്ട് അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തായാലും ടാൻ റിമൂവിങ് ഞാൻ ഇനി കാണിക്കുന്നില്ല, കാരണം ഒരുവിധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. ഫേസിലെ ടാനൊക്കെ ഒരുവിധം നന്നായിട്ട് പോയിട്ടുണ്ട്, പക്ഷെ കൈമത്തെയും കാലുമത്തെയും ടാനൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ അടുത്ത് മുന്നേ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ മീൻ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുമോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്കിൻ കെയർ ചാലഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ പിള്ളേർക്ക് കുറച്ചും കൂടെ സമയം കിട്ടും. വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന DIYs ഒക്കെ അവർക്ക് കുറച്ചും കൂടെ ക്യാപ്പബിൾ ആയിരിക്കും ഐറ്റംസ്. അപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ ഈ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എനിക്കും നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ ചെയ്യുമ്പോഴത്തേനും എനിക്കാണെങ്കിൽ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വീഡിയോസിനും കൂടിയിട്ടും പിന്നെ അതുപോലെ തന്നെ എൻ്റെയും കൂടി ഒരു ആവശ്യമാണല്ലോ, അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് സ്കിന്നിൽ ഒന്നും ഇതുവരെ ചെയ്യാത്ത പിള്ളേർ, കുറേ നാളുകളായിട്ട് ചെയ്യാണ്ടിരിക്കുന്ന പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ CTM ചെയ്യാനായിട്ട് മറന്നു പോയിട്ട് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. അപ്പോൾ ക്ലെൻസിങ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെത് ഓയിലി സ്കിന്നാണ്, അപ്പോൾ ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും ഫേസ് വാഷുകൾ യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇൻ കേസ് ഫേസ് വാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാം. പതയില്ല എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പേടിക്കേ വേണ്ട. കടലമാവ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽനെസ്സും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസും ഒക്കെ വലിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ക്ലെൻസറാണ്. ക്ലെൻസർ അല്ല, ടോണറാണ്. ടോണർ നിങ്ങൾ എന്തായാലും പുറത്തുനിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു തുളസി ടോണർ ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് ഒരു വീഡിയോ കുറേ നാൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ടോണറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള കുറേ ടോണേഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ടോണർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും, കാരണം പോഴ്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോഴ്സ് ഷ്രിങ്ക് ചെയ്യാനും പിന്നെ പോഴ്സിൻ്റെ ഉള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളഞ്ഞ് അതൊന്ന് കുറച്ച് നമ്മുടെ സ്കിന്നിന് ഒരു ഇന്നർ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടോണർ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ടോണർ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് അധികം പൈസ ഒന്നും വരില്ല. നമുക്കിപ്പോൾ പലതരം വെബ്സൈറ്റിൽ മിനിയേച്ചർ സൈസ് ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇത് സാധാ സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കമ്പൽസറി പറയില്ല. പക്ഷേ എന്നെപ്പോലെ ബ്രൈഡൽസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക തരം ഒരു ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടൊക്കെ റെഡി ആവുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഈ ഒരു ടോണർ സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. ദെൻ മോയ്സ്ചറൈസറും ഈ ഫേസ് വാഷിനെ കൂട്ടി തന്നെ നിങ്ങൾ എന്തായാലും ഒരു നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ളത്, അതായത് ഇപ്പം ഓയിലി സ്കിന്നാണ്, ഡ്രൈ സ്കിന്നാണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ്, അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്യൂട്ടായിട്ടുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യണത് പ്ലമ്മിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഞാൻ നൈറ്റ് യൂസ് ചെയ്തിരുന്നതാണ്, പക്ഷേ ഇപ്പം ഞാൻ ഡെയിലി ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് എന്താ പറയുക, സ്കിന്ന് ഭയങ്കര ഗ്ലോ ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര ഡിസ്കളറേഷൻ ആയിരുന്നു, ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും മുന്നത്തെ വിട്ട് നോക്കുമ്പോഴത്തേനും എനിക്ക് നന്നായിട്ട് ഇവിടെയുള്ളൊരു ലൈൻ ഉണ്ടായിരുന്നു, ഈ ലൈൻ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു CTM റൂട്ടീൻ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ സ്കിൻ ഒരുവിധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ദെൻ ബാക്കിയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ, ടാനിങ്, പിമ്പിൾസ്, അതുപോലെ തന്നെ സ്കാർസ്, അതൊക്കെയാണ്. അപ്പം അതിനൊക്കെ ഞാൻ എനിക്ക് മെയിനായിട്ടുള്ളത് പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ പോഴ്സ് ഒക്കെയാണ്. പോഴ്സ് ഇങ്ങനെ മാറാനായിട്ട് കുറേ സമയം എടുക്കും. എന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാനപ്പം ഈ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നാളെ തൊട്ട് നമ്മൾ എന്തായാലും ഓരോരോ വീഡിയോസ് ഇടുന്നതായിരിക്കും. മെയിനായിട്ട് ഞാൻ ഫേസിൽ മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പെഡിക്യൂർ, മാനിക്യൂർ ഒന്നും ഞാൻ കുറേ നാളുകളായിട്ട് ചെയ്യാറില്ല. അത് കാരണം കൊണ്ട് തന്നെ എൻ്റെ കൈ ഭയങ്കര ടാനിങ് ആണ്. ആക്ച്വലി നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു കളർ ഉണ്ടല്ലോ, അതായത് നിങ്ങളിപ്പം എന്നെ കാണുന്ന ഈ ഒരു കളർ ഉണ്ടല്ലോ, ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ഡാർക്കനായിട്ടാണ് ഞാനുള്ളത്. കാരണം ഈ ഒരു ക്യാമറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമ്മളുടെ സൺലൈറ്റ് തന്നെയാണ്, അല്ലാണ്ട് എക്സ്ട്രാ ലൈറ്റ് ഒന്നുമില്ല.
പിന്നെ നമ്മുടെ ഈ ഒരു ഫോണിന് ഒരു പ്രത്യേക വെള്ള കളർ കാണിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ വല്ലാണ്ടില്ല. ഇപ്പം നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും ഒരു പൊടി ഡാർക്കനായിട്ടാണ് ഞാനുള്ളത്. അതായത് എൻ്റെ ഈ ഇവിടുത്തെ കളറിൽ ഈ കളറാണ് ശരിക്കും ഞാൻ. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാലിൻ്റെയും കയ്യിൻ്റെയും ഒക്കെ കെയറിങ് ഞാൻ വളരെ കുറവാണ്. ഈ ഒരു സീരീസിൽ ഞാൻ എന്തായാലും മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഒരു കാര്യം ഡിസ്ക്ലെയിമർ ആയിട്ട് ഇപ്പം തന്നെ പറയുകയാണ്, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ദെൻ പിന്നെ വേറെ അതായത് വേറെ ആൾക്കാർ ചെയ്തിട്ട് നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ സീരീസിൽ കാണിക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ കണ്ട് മെനഞ്ഞെടുത്തതൊന്നല്ല. ഞാൻ പുതുതായിട്ടൊന്നും ഞാൻ എൻ്റെ സ്കിന്നിൽ ഇനി പരീക്ഷിക്കാനായിട്ട് നിൽക്കുന്നില്ല. കാരണം ഇനി പണിയും വാങ്ങി വയ്ക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഭേദപ്പെട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇതിലാണ് പോകുന്നത്. ഞാൻ പറയുന്നത് ശരിക്കും എന്താണൊരു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിക്ക് കേൾക്കുന്നില്ലെങ്കിൽ അതും പറയാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും ഗ്ലോയി ആക്കാൻ വേണ്ടിയിട്ടും സ്കാർസ് ഒക്കെ പോകാനും അതുപോലെ തന്നെ കുറച്ച് ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാനും എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു സീരീസിൽ പെഡിക്യൂർ ഉണ്ടാവും, മാനിക്യൂർ ഉണ്ടാവും, ഫേഷ്യൽ ഉണ്ടാവും. അങ്ങനെ ഫുൾ ബോഡി ഒരു എന്താ പറയുക സെറ്റപ്പ് ആവുന്ന രീതിയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എത്രമാത്രം നടക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പരമാവധി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കിൻ കെയർ ചലഞ്ച് എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ സജഷൻസും കൂടി കമൻ്റായിട്ട് പറയാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്തിട്ട് നല്ല ടിപ്സൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഒരു ഇൻട്രോ പോലെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ എടുത്ത് വന്നപ്പോൾ കുറേ വളവളാന്ന് വർത്താനം പറഞ്ഞു. ദെൻ ഞാനങ്ങനെ എന്താ പറയുക നമ്മൾ ബ്രൈഡൽ സെറ്റപ്പ് ബ്രൈഡൽ സ്കിൻ കെയർ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബ്രൈഡായിട്ടൊന്നും ഞാനങ്ങനെ സെറ്റ് ആവുന്നില്ല. വളരെ ചെറിയ രീതിയിലുള്ള ഫങ്ഷൻസൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ ചെയ്യുന്നത്. ഒരു 10 ദിവസത്തിനുള്ളിൽ തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ഈ ഒരു മന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ ഫുള്ള് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മടിയും കാര്യങ്ങളും ചൂടും എല്ലാം വെച്ചിട്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാനായിട്ട് നോക്കും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു കുഞ്ഞൊരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. മെയിനായിട്ട് നമ്മളുടെ CTM റൂട്ടീനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്തായാലും ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഒരു CTM റൂട്ടീൻ പ്ലസ് ഒരു സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം ഇതുപോലത്തെ വെയിലത്ത് നമ്മൾ കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ടാൻ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. മാത്രമല്ല അത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാൻ വെയിലത്ത് ഇറങ്ങാറ് പോലില്ല. രാവിലെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ പോകും. പിന്നെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 6:30 കഴിഞ്ഞിട്ടും വൈകുന്നേരം 6:30 കഴിഞ്ഞിട്ടാണ് ഞാൻ പോകാറുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങും പോകാറില്ല. അതിനിടയ്ക്ക് ഞാൻ പിന്നെ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ എന്നെ കൊണ്ട് കാറിൽ ഇവിടെ വന്ന് പിക്ക് ചെയ്യും. കാറിൽ ഇവിടെ വന്ന് കൊണ്ട് ഇറക്കി തരും. അങ്ങനെയാണ് ചെയ്യുക. എനിക്ക് പറ്റില്ല. എനിക്ക് തലവേദന എടുത്ത് കൊണ്ടോറടങ്ങാൻ വയ്യ. അത് കാരണം കൊണ്ടാണ്. അപ്പം അതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വെയിൽ. കാരണം അത് ഓരോരുത്തരുടെ അവസ്ഥയാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ വെയിൽ കൊണ്ട് പണിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെയിൽ കൊണ്ടേ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ അവസ്ഥ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ എന്തായാലും നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയ്ക്കും ബൈ.